ഹായ് ഫ്രണ്ട്സ്, റോയൽ എൻഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂയിസ് സെഗ്മെന്റിലുള്ള മോട്ടോർ സൈക്കിളാണ് നമ്മളുടെ സൂപ്പർ മീറ്റിയോർ 650. അതുപോലെ ഒരുപാട് സൂപ്പർ മീറ്റിയോർ 650 യൂസേഴ്സ് നമ്മളിത് ഡിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊരു പെർഫെക്റ്റ് ക്രൂയിസർ ആക്കി മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എം ടെക്നിക്സ് ടീം കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നെങ്കിൽ നമ്മളതിൻ്റെ ഡ്രൈവ് സിസ്റ്റം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഡ്രൈവ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദ മേജർ തിങ് ടു ഗിവ് മേജർ കംഫർട്ട്, മോർ കംഫർട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ എല്ലാ വണ്ടികളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവൻ സൂപ്പർ മീറ്റിയോർ 650 അടക്കം ചെയിൻ ഡ്രൈവാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ ഡ്രൈവ് സിസ്റ്റം നമുക്ക് ബെൽറ്റിലേക്ക് ആക്കി മാറ്റിക്കൂടാ? ഇതായിരുന്നു ആദ്യത്തെ തോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ സ്പെക്ക്, എൻജിൻ സ്പെക്ക്, അതുപോലെ ചേസിസ് ജിയോമെട്രി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊരു ഡ്രൈവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, എം ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രൈവ് സിസ്റ്റം കൊണ്ട് ഒരു മാസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കംഫർട്ടും പെർഫോമൻസും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് പല റിവ്യൂസിലൂടെയും യൂസേഴ്സ് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വളരെ സന്തോഷം ഇത്തരം ഒരു ഡ്രൈവ് സിസ്റ്റം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്, നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് വലിയ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഈ ഹയർ പെർഫോമൻസ് കിറ്റിൽ വരുന്ന 3 മേജർ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ ഈസ് ഫ്രണ്ട് പുള്ളി. നമ്മൾ പുള്ളി എന്നാട്ടാ പറയുക, സ്പ്രോക്കറ്റിൻ്റെ കേസല്ല. ഇതൊരു ഡ്രൈവ് സിസ്റ്റം മാറിയതുകൊണ്ട് തന്നെ ഇതിന് പുള്ളി, ഫ്രണ്ട് പുള്ളി, റിയർ പുള്ളി. ഇതിൻ്റെ ഏറ്റവും മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള ഗേറ്റ്സ് പോളി ചെയിൻ GT കാർബൺ ബെൽറ്റ്. അതാണ് ഇതിൻ്റെ സ്പെക്കും. ഗേറ്റ്സ് എന്നുള്ളൊരു ബ്രാൻഡാണ് ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. പിന്നെ ഇതിൻ്റെ പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സ്പെഷ്യലി ഹീറ്റ് ട്രീറ്റഡ് അലോയ് സ്റ്റീലാണ് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ ഇതൊരു അലോയ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. പിന്നെ എസ്പെഷ്യലി മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റിൽ ഇങ്ങനെയുള്ള റീസണും അതിൻ്റെ ലൈഫിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മേജർ പാർട്ടാണ്. പിന്നെ ഈ ബെൽറ്റിന് സാധാരണ നമ്മൾ മീറ്റിയോർ ഇതിലേക്ക് 20 വിട്ടായിരിക്കും, പക്ഷേ നമ്മൾ സൂപ്പർ മീറ്റിയോർ 650 23 വിട്ട് ആണ് ബെൽറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയണമെങ്കിൽ അറിയാം, ഈ വണ്ടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അതിൻ്റെ ടോർക്കും പവറും ഡെലിവറി ആവണം. പ്ലസ് നമ്മളിതൊരു ക്രൂയിസ് ബൈക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെൽറ്റിന് കൊടുക്കുന്നത്, ഇത് സ്പ്രോക്കറ്റിന് കൊടുക്കുന്ന എല്ലാത്തിനും ലൈഫ് ഒരുപാട് കൊടുക്കണം, ഒരുപാട് കൂടുതലുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ പവർ ഫുള്ളി ഡെലിവറി ആക്കാനുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ മാത്രം 23 വിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് ലുക്ക് ഗുഡ് ആൻഡ് ഇറ്റ്സ് പെർഫോമിങ് വെൽ. അപ്പോൾ ഇങ്ങനൊരു ഹൈ പെർഫോമൻസ് പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് എം ടെക്നിക്സിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഒന്നാണ് റോഡ് ടെസ്റ്റ്. ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരുപാട് മൈൽസ് ആൻഡ് കിലോമീറ്റേഴ്സ് നമ്മൾ റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് വേണം. കാരണം അത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യണം എന്നുള്ളത് അറിയണം, നമ്മൾ അറിഞ്ഞിട്ട് വേണം അത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാനായിട്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ടെസ്റ്റാണ് ഡൈനോ ടെസ്റ്റ്. അതായത് എഞ്ചിൻ്റെ ഔട്ട് എത്രമാത്രം റിയർ വീലിൽ എത്തുന്നുണ്ടെന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. നമുക്കതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഓരോ സൂപ്പർ മീറ്റിയോർ 650 യൂസേഴ്സും ആഗ്രഹിച്ചിരുന്ന ഒരു റിസൾട്ടാണ്. മോർ പവർ, മോർ ടോർക്ക്. അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത എക്സ്പെർട്ടിനോട് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. So now let's see what the Super Meteor has done. Yeah, so in this you can see like the Super Meteor again they claim 44 to the crank. So even though this is in stock condition, it's doing around 40.7 and 46.3 Nm of torque. And when it comes to the belt drive, it's doing exactly 2 horsepower more. But this you can see it's from the word go. You can even say 3 horsepower is almost 2.7. Yes. It's almost 3 horsepower more. Yeah. Right from the start 2000 you have the gains. Throughout it is. So Super Meteor has got a super result of it. Yes. I felt. Yeah. Okay. Even though it's beefy, it gives more horsepower. So that's the message for all the riders out here. I hope your questions are answered properly with the help of a veteran here. അപ്പോൾ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650യുടെ ഈ ബെൽറ്റ് ഡ്രൈവ് കൺവേർഷൻ സിസ്റ്റം
ഇനി മുതൽ എല്ലാ നമ്മളുടെ ഡീലേഴ്സിൻ്റെ കയ്യിലും നമ്മളുടെ വെബ്സൈറ്റിലും ത്രൂ ഔട്ട് എല്ലാ ചാനലിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈവ് സിസ്റ്റത്തിന് കൊടുക്കുന്നത് 2 years അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ് കേട്ടോ ഫോർ ദ എൻറ്റയർ സിസ്റ്റം. അതുപോലെ തന്നെ ഈവൻ നമ്മുടെ വാറണ്ടി പീരീഡ് കഴിയുകയാണെങ്കിലും എനിത്തിങ് ഇൻഡിവിജ്വലി അവൈലബിൾ. സിസ്റ്റം ബൈ സിസ്റ്റം പറയുകയാണെങ്കിൽ റിയർ സ്പ്രോക്കറ്റ് അവൈലബിൾ ആയിരിക്കും, ബെൽറ്റ് സെപ്പറേറ്റ് അവൈലബിൾ ആയിരിക്കും, ഫ്രണ്ട് സ്പ്രോക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇൻഡിവിജ്വലി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സർവീസ് സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സിംഗ് ആയിട്ടോ മറ്റു കാര്യങ്ങളോ എൻക്വയറി സെയിൽസ് എനിത്തിങ് യു ക്യാൻ കോൺടാക്ട് അസ് ആൻഡ് അവർ സെയിൽസ് ടീം വിൽ ഹെൽപ്പ് യു ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ കാത്തിരുന്ന ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ലോട്ട്സ് ഓഫ് റൈഡേഴ്സ്, താങ്ക് യു സോ മച്ച്.